Dear students, today we will study Stone representation theorem for finite Boolean algebras. Theorem says that every finite Boolean algebra is isomorphic to a power set Boolean algebra, specifically to the power set Boolean algebra of the set of all its atoms. ഏതൊരു ഫൈനൈറ്റ് ബൂളിയൻ ആൾജിബ്ര എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയി നമുക്ക് ഒരു പവർ സെറ്റ് ബൂളിയൻ ആൾജിബ്ര ഡിഫൈൻ ചെയ്യാനാവും സച്ച് ദാറ്റ് ദീസ് ടു ബൂളിയൻ ആൾജിബ്രാസ് ആർ ഐസോമോർഫിക്. നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പവർ സെറ്റ് ബൂളിയൻ ആൾജിബ്ര ഇസ് ആക്ച്വലി ദ പവർ സെറ്റ് ഓഫ് ഓൾ ഓഫ് ദ ആറ്റംസ് ഓഫ് ഗിവൺ ബൂളിയൻ ആൾജിബ്ര. ലെറ്റ് us prove the theorem. First we take a boolean algebra x plus dot dash. If cardinality of x equal to 1, that is x contains only one element, then x is isomorphic to the power set Boolean algebra of the empty set. ഇവിടെ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പവർ സെറ്റ് എന്ന് പറയുന്നത് പവർ സെറ്റ് ഓഫ് 5 ആണ്. എംപ്റ്റി സെറ്റിൻ്റെ പവർ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി വൺ എലമെൻറ്റ്. എക്സ് ഓൾസോ കണ്ടെയ്ൻസ് വൺ എലമെൻറ്റ്. സോ ദീസ് ടു സെറ്റ്സ് ആർ ഐസോമോർഫിക്. So if cardinality x equal to 1, then x is isomorphic to the power set Boolean algebra of the power set. Of the empty set. What happens if cardinality of x is greater than 1? We know if x contains more than one elements, then 0 and 1 are distinct elements of x. Additive identity and multiplicative identity of x are distinct if x contains more than one element. So x has at least one atom. 0 not equal to 1 ആണെങ്കിൽ xൽ at least ഒരു atom എങ്കിലും നമുക്ക് കണ്ടുപിടിക്കാനാവും. And we take the distinct atoms of x, a1, a2, etc., an, be distinct atoms of x. നമുക്കറിയാം നമ്മളൊരു സെറ്റിൻ്റെ പവർ സെറ്റ് ബൂളിയൻ ആൾജിബ്ര എടുത്തു കഴിഞ്ഞാൽ സിംഗിൾട്ടൺ സബ്സെറ്റ്സ് ആണ് അതിൽ ആറ്റംസ് ആയിട്ട് വരുന്നത്. അതുപോലെ എക്സ് എന്ന ബൂളിയൻ ആൾജിബ്രയിലുള്ള ആറ്റംസ് ആണ്, ഡിസ്റ്റിങ്ക്റ്റ് ആറ്റംസ് ആണ് നമ്മളിവിടെ നമ്പർ ചെയ്ത് വെച്ചിരിക്കുന്നത് a1, a2, etc., an. And in the last class we proved that sum of these all the atoms in a Boolean algebra equal to 1. So we have a1 plus a2 plus etc. plus an equal to 1. Now we are going to construct a power set Boolean algebra such that x is isomorphic to that power set Boolean algebra. So we take a set s equal to set 1, 2, etc. n. ഇവിടെ n atoms ആണ്, നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആറ്റംസ് ആണ് എക്സിലുള്ളത്. അതുകൊണ്ട് നമ്മൾ 1, 2, etc. n എന്ന സെറ്റാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ എത്ര ആറ്റംസ് ഉണ്ടോ അത്രയും നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമ്മളിവിടെ എടുത്തത് 1ൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. We prove that power set Boolean algebra P of S union intersection complement is isomorphic to x plus dot dash. To show that these two sets are isomorphic, we have to define a function or an isomorphism from P of S to x. We will define the isomorphism as follows. So to define the isomorphism, we have to take an element from P of S and we have to define what will be f of that element. So we take an element belong to P of S. So it is a subset of set 1, 2, etc. n. P of S ലുള്ള elements എല്ലാം തന്നെ S എന്ന് പറയുന്നത് set 1, 2, etc. n ആണ്, അതിൻ്റെ സബ്സെറ്റ്സ് ആണ് P of S ലുള്ളത്. So P of S എന്ന ഒരു എലമെൻറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ we are actually taking a subset of set 1, 2, etc. n. So let I be a subset of set 1, 2, etc. n that belongs to P of S. And we define f of I as summation I belong to capital I, a I. ഫോർ എക്സാമ്പിൾ ഐ ആയിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് സെറ്റ് 2, 3, 4 ആണെന്ന് വിചാരിക്കാം. ഇറ്റ് ബിലോങ്സ് ടു ആക്ച്വലി പി ഓഫ് എസ്. എസിൻ്റെ ഒരു സബ്സെറ്റ് ആണ് ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ഐ ആയിട്ട് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് a2 പ്ലസ് a3 പ്ലസ് a4 ആണ്. ഐ സ്മോൾ ഐ ഈ സെറ്റിലുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയുള്ള ആറ്റംസ് എ ഐസ് സം ചെയ്യുന്നു. അത്തരത്തിലാണ് എഫ് ഓഫ് ഐ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് സം ഓഫ് ആറ്റംസ് ആണ്. ആറ്റംസ് എല്ലാം തന്നെ എക്സിലുള്ള എലമെൻറ്റ്സ് ആണ്. സോ ക്ലിയർലി ദിസ് ഇസ് എൻ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ്. സോ എഫ് ഓഫ് ഐ ഇസ് ദ സം ഓഫ് ദോസ് ആറ്റംസ് ഹൂസ് ഇൻഡിസസ് ആർ ഇൻ ക്യാപിറ്റൽ ഐ. ഇൻഡിസസ് ഈ ഐയിൽ ക്യാപിറ്റൽ ഐയിൽ വരുന്നുണ്ടെങ്കിൽ ആ ഇൻഡിസസ് വരുന്ന ആറ്റംസിൻ്റെ സമ്മാണ് എഫ് ഓഫ് ഐ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. സോ വാട്ട് വിൽ ബി എഫ് ഓഫ് ഐ? എംപ്റ്റി സെറ്റ് സ്വാഭാവികമായും 0യിലേക്കായിരിക്കും മാപ്പ് ചെയ്യുന്നത്, കാരണം ഇതിന് കറസ്പോണ്ടിങ് ആയുള്ള ആറ്റംസ് ഒന്നുമില്ല. ആൻഡ് വാട്ട് വിൽ ഈ എഫ് ഓഫ് എസ്? എഫ് ഓഫ് എസ് എടുത്തു കഴിഞ്ഞാൽ എസ്സിലുള്ള ആറ്റംസ് എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്ന സെറ്റ് 1, 2, etc. n ആണ്. അതിന് കറസ്പോണ്ടിങ് ആയുള്ള എല്ലാ ആറ്റംസിനെയും സമ്മ് നമ്മൾ എടുക്കണം. ദാറ്റ് ഈസ് a1 പ്ലസ് a2 പ്ലസ് etc. പ്ലസ് an. ആൻഡ് വി നോ സം ഓഫ് ഓൾ ദ ഡിസ്റ്റിങ്ക്റ്റ് ആറ്റംസ് ഓഫ് x ഈക്വൽ ടു 1 ഇൻ x.
So we have f of phi equal to 0 and f of s equal to 1. We know every element of x can be expressed as sum of its atoms. Therefore f is a bijection. എങ്ങനെയാണ് നമ്മളിവിടെ എഫ് ഒരു ബൈജക്ഷൻ ആണെന്ന് പറഞ്ഞത്? ക്യാപിറ്റൽ എക്സിലുള്ള ഏതൊരു എലമെൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും വി നോ ദാറ്റ് എലമെൻറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് യുണീക്ലി ആസ് എ സം ഓഫ് ഇറ്റ്സ് ആറ്റംസ്. സോ ക്യാപിറ്റൽ എക്സിലുള്ള ഏതൊരു എലമെൻറ്റ് സ്മോൾ എക്സ് ബിലോങ് ടു ക്യാപിറ്റൽ എക്സ് നമ്മൾ എടുത്താലും എക്സ് ഈക്വൽ ടു സം ഓഫ് ആറ്റംസ് ഇൻ ക്യാപിറ്റൽ എക്സ് ആണ്. ഫോർ എക്സാമ്പിൾ സം ഓഫ് ആറ്റംസ് ആയിട്ട് ഞാൻ എ ഐ പ്ലസ് എ ജെ പ്ലസ് എ കെ ഈ 3 ആറ്റംസിൻ്റെ സമ്മാണ് എക്സ് എന്ന് വിചാരിക്കാം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്യാപിറ്റൽ എസിൻ്റെ ഒരു സബ്സെറ്റ് നമുക്ക് എഴുതാൻ പറ്റും. ക്യാപിറ്റൽ ഐ ഈസ് ഈക്വൽ ടു സെറ്റ് ഐ കോമ ജെ കോമ കെ എടുത്തു എന്ന് വിചാരിക്കാം. സോ വാട്ട് വിൽ ബി എഫ് ഓഫ് ഐ? എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് എ ഐ പ്ലസ് എ ജെ പ്ലസ് എ കെ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു എക്സ്. സോ ക്യാപിറ്റൽ എക്സിൽ നിന്ന് ഏതൊരു എലമെൻറ്റ് നമ്മൾ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എസിൻ്റെ ഒരു സബ്സെറ്റ് കണ്ടുപിടിക്കാനാവും. സച്ച് ദാറ്റ് എലമെൻറ്റ് ഇസ് മാപ്ഡ് ടു ദാറ്റ് എലമെൻറ്റ് സ്മോൾ എക്സ്. ക്ലിയർലി എഫ് ഇസ് ഓൺ ടു then how can we conclude that f is 1 1? We know every element of x can be uniquely expressed as a sum of atoms. Therefore f is 1 1 also. Therefore f is a bijection. Now it is enough to show that f is an isomorphism. F is an isomorphism means that f preserves the corresponding operations. That is, ഏതൊക്കെ ഓപ്പറേഷൻസ് ആണ് നമ്മളിവിടെ കാണിക്കേണ്ടത്? യൂണിയൻ, ഇൻ്റർസെക്ഷൻ, കോംപ്ലിമെൻറ്റ്. ഓക്കെ, സോ വി ഷോ ദാറ്റ് എഫ് ഓഫ് ഐ യൂണിയൻ ജെ ഈക്വൽ ടു എഫ് ഓഫ് ഐ പ്ലസ് എഫ് ഓഫ് ജെ, എഫ് ഓഫ് ഐ ഇൻ്റർസെക്ഷൻ ജെ ഈക്വൽ ടു എഫ് ഓഫ് ഐ ഡോട്ട് എഫ് ഓഫ് ജെ, ആൻഡ് എഫ് ഓഫ് എസ് മൈനസ് ഐ. ദാറ്റ് ഈസ് ഇവിടെ എടുക്കുന്നത് എസിൻ്റെ സബ്സെറ്റ് ആണ് ഐ എന്ന് പറയുന്നത്. സോ വി ആർ ടേക്കിംഗ് ദ കോംപ്ലിമെൻറ്റ് ഓഫ് ഐ ഹിയർ. സോ എഫ് ഓഫ് എസ് മൈനസ് ഐ ഈക്വൽ ടു, അതായത് ഐ കോംപ്ലിമെൻറ്റ് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് ഐ കോംപ്ലിമെൻറ്റ്. ഈ 3 ഓപ്പറേഷൻസിലും എഫ് കറസ്പോണ്ടിങ് ഓപ്പറേഷനിലേക്ക് തന്നെയാണ് മാപ്പിംഗ് വരുന്നത് എന്നാണ് നമുക്കിവിടെ എഫ് ഐസോമോർഫിസം ആണെന്ന് കാണിക്കാനായി പ്രൂവ് ചെയ്യേണ്ടത്. എസ്സിലുള്ള 2 സബ്സെറ്റ്സ് ആണ്, എസിൻ്റെ 2 സബ്സെറ്റ്സ് ആണ് നമ്മളിവിടെ ഐയും ജെയും ചൂസ് ചെയ്തിട്ടുള്ളത്. സോ യൂണിയൻ, ഇൻ്റർസെക്ഷൻ, കോംപ്ലിമെൻറ്റ് എന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബൂളിയൻ ആൾജിബ്രയിലുള്ള ഓപ്പറേഷൻസ് ആണ് പ്ലസ്, ഡോട്ട്, ഡാഷ്. സോ ഈ കാണുന്ന 3 പ്രോപ്പർട്ടീസ് എഫ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് എഫ് ഈസ് ആൻ ഐസോമോർഫിസം. So we know I and J are 2 subsets of capital S. So we take I as K1, K2, etc. Kr, I1, I2, etc. Ip, and J as K1, K2, etc. Kr, J1, J2, etc. Jq. ഇങ്ങനെ ഐയും ജെയും ചൂസ് ചെയ്യാനുള്ള കാരണം ഐയും ജെയും എസിൻ്റെ സബ്സെറ്റ്സ് ആണ്. അവ ഡിസ്ജോയിൻ്റ് ആണ് എന്ന് നമുക്ക് തന്നിട്ടില്ല. അതിൽ ഇൻ്റർസെക്ഷനിലെ എലമെൻറ്റ്സ് ഉണ്ടാകാം. ആ ഇൻ്റർസെക്ഷനിലുള്ള എലമെൻറ്റ്സ് ആണ് K1, K2, etc. Kr എന്ന് എടുത്തത്. ഐയിലും ജെയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് എക്സാക്ട്ലി K1, K2, etc. Kr ആണ്. ഇനി എക്സ്ട്രാ ഉള്ള ഈ എലമെൻറ്റ്സ് I1, I2, etc. Ip എലമെൻറ്റ്സ് ജെയിൽ ഇല്ല. അതുപോലെ J1, J2, etc. Jq എന്ന എലമെൻറ്റ്സ് ഐയിലും ഇല്ല. സോ വാട്ട് വിൽ ബി ഐ യൂണിയൻ ജെ? ഇറ്റ് വിൽ ബി സെറ്റ് K1, K2, etc. Kr, I1, I2, etc. Ip, J1, Jq, etc. Jq, ആൻഡ് ഐ ഇൻ്റർസെക്ഷൻ ജെ ഈസ് K1, K2, etc. Kr. കോമൺ ആയിട്ടുള്ളത് ഈ എലമെൻറ്റ്സ് ആണ്. Now we will show each of these properties to prove the first property, that is f of I union j equal to f of I plus f of j. Since I union j is this set K1, K2, etc. Kr, I1, I2, etc. Ip, J1, J2, etc. Jq, what will be f of I union j? We have a k1 plus a k2 plus etc. plus a kr plus a I1 plus a I2 plus etc. plus a ip plus എ J1 പ്ലസ് എ J2 പ്ലസ് എക്സെട്ര പ്ലസ് എ JQ. അതാണ് നമ്മളിവിടെ സമ്മേഷനായിട്ട് എഴുതി കാണിച്ചിരിക്കുന്നത്. എ K1 പ്ലസ് എ K2 പ്ലസ് എക്സെട്ര പ്ലസ് എ KR എന്നതാണ് സമ്മേഷൻ S ഈക്വൽ ടു 1 to R എ KS എന്ന് എഴുതിയത്. Now here we have a I1 plus a I2 plus etc. plus a IP, that is T varies from 1 to P, summation a IT. Okay, and here U varies from 1 to Q, summation a JQ. Sorry, a JU. U 1 to Q വരെ വേരി ചെയ്യുന്നു. a J1 plus a J2 plus etc. plus a JQ. So ഈ ഒരു സം ഫോമിൽ നമ്മൾ ഇതിനെ എഴുതി. And here this equal to summation S equal to 1 to R a KS plus summation T equal to 1 to P a IT plus summation U equal to 1 to Q a JU. അതായത് ഈ 3 സം അങ്ങനെ തന്നെ നമ്മൾ എഴുതി.
plus S equal to 1 to R A Ks by law of tautology. Law of tautology prakaram, if we take an element x belong to capital X, then x plus x equal to x itself. So ഒരു എലമെൻറ്റിനെ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും എക്സ്ട്രാ ആയിട്ട് സം ചെയ്യാം. അതിൽ സമ്മിൽ വാല്യൂയിൽ ഡിഫറൻസ് വരില്ല. സോ സമ്മേഷൻ ഐ എസ് ഈക്വൽ ടു 1 to R A Ks എന്ന് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഇവിടെ സം എഴുതുന്നു. So what happens to the first two sums together? So it becomes a k1 plus a k2 plus etc plus a kr plus a i1 plus a i2 plus etc plus a ip. അതായത് ഈ ക്യാപിറ്റൽ ഐയിലുള്ള എലമെൻസിന് കറസ്പോണ്ടിങ് ആയുള്ള ആറ്റംസിൻ്റെ സമ്മാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ഐ ആൻഡ് എ ജെ വൺ പ്ലസ് എ ജെ ടു പ്ലസ് എക്സെട്ര പ്ലസ് എ ജെ ക്യൂ പ്ലസ് എ കെ വൺ പ്ലസ് എ കെ ടു പ്ലസ് എക്സെട്ര പ്ലസ് എ കെ ആർ എന്ന് പറയുന്നത് ജെയിലുള്ള എലമെൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആറ്റംസിൻ്റെ സമ്മാണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജെ. സോ വി പ്രൂവ്ഡ് ദാറ്റ് എഫ് ഓഫ് ഐ യൂണിയൻ ജെ ഈക്വൽ ടു എഫ് ഓഫ് ഐ പ്ലസ് എഫ് ഓഫ് ജെ. To prove the second result, we have to show that f of I into f of j equal to f of I intersection j. So again we take f of I into f of j. We have s sigma is equal to 1 to R A Ks plus sigma t equal to 1 to P A I T into sigma is equal to 1 to R A Ks plus sigma u equal to 1 to Q A J U. Corresponding atoms in the sum ആണ് നമ്മളിവിടെ എഴുതിയത്. ഐയിലുള്ള ഇൻഡിസസിന് കറസ്പോണ്ടിങ് ആറ്റംസ് ആണ് ഇത്രയും ഭാഗത്ത് സമ്മ് കാണുന്നത്. ജെയിലുള്ള ഇൻഡിസസിൻ്റെ കറസ്പോണ്ടിങ് ആറ്റംസിൻ്റെ സമ്മാണ് ഈ കാണുന്ന സമ്മിലുള്ളത്. Now we have a result that if x and y are two atoms of capital X, then x dot y equal to 0. Two distinct atoms എടുത്തു കഴിഞ്ഞാൽ they are mutually disjoint, that is x dot y equal to 0. So ഈ കാണുന്ന പ്രൊഡക്റ്റ് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സം ഓഫ് എലമെൻറ്റ്സ് ആയിട്ടാണ് നമുക്ക് ഇതിൻ്റെ എക്സ്പാൻഷൻ ലഭിക്കുന്നത്. ഓരോ എലമെൻറ്റിനും പ്രോഡക്റ്റ് ഓഫ് ആറ്റംസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഫസ്റ്റ് സം എടുക്കുകയാണെങ്കിൽ സിഗ്മ ഇസ് ഈക്വൽ ടു 1 to R A Ks ഇൻറ്റു A Ks എന്നാണ് വരുന്നത്. ആ എലമെൻറ്റ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അതിനുശേഷമുള്ള ഏതൊരു സമ്മ് നിങ്ങൾ എടുത്താലും അതിൽ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആറ്റംസ് തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റാണ് വരിക. A Ks ഡോട്ട് A J U അല്ലെങ്കിൽ A I T ഡോട്ട് A Ks. ആ ഫോമിലുള്ള എലമെൻറ്റ്സ് ആണ് വരിക. ആ എലമെൻറ്റ്സ് എല്ലാം തന്നെ 0 ആയിട്ട് മാറും. കാരണം മ്യൂച്വലി ഡിസ്ജോയിൻ്റ് ആണ് അവ, ഡിസ്റ്റിങ്ക്റ്റ് ആറ്റംസ് ആയതുകൊണ്ട്. A Ks എന്ന് വരുന്ന ആ ഒരുപോലെ വരുന്ന ആറ്റംസിൻ്റെ പ്രൊഡക്റ്റ് മാത്രമേ ഇവിടെ ഈ സമ്മിൽ ബാക്കിയായിട്ടുണ്ടാവുള്ളൂ. സോ ദിസ് പ്രൊഡക്റ്റ് ഇസ് ആക്ച്വലി ഈക്വൽ ടു സിഗ്മ ഇസ് ഈക്വൽ ടു 1 to R A Ks ഡോട്ട് A Ks ആൻഡ് x ഡോട്ട് x is x itself. So we have sigma is equal to 1 to R A Ks. And it is actually equal to a k1 plus a k2 plus etc plus a kr and I1 to etc k1 k2 etc kr are the indices in I intersection j. So this sum is actually equal to f of I intersection j. Now we have to prove that f of s minus I is equal to f of I dash complement of f of I. To show that this term f of s minus I is the complement of f of I, we have to show that f of I plus this one equal to 1 and f of I dot this one equal to 0. If we had to show that y is the complement of x, it is enough to show that x plus y equal to 1 and x dot y equal to 0. A property നമ്മൾ already പഠിച്ചിട്ടുള്ളതാണ്. So we consider f of I plus f of s minus I is equal to f of തൊട്ട് മുമ്പ് നമ്മൾ പ്രൂവ് ചെയ്തു എഫ് ഓഫ് ഐ പ്ലസ് എഫ് ഓഫ് ജെ ആണെങ്കിൽ ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് ഐ യൂണിയൻ ജെ. സോ വി ഹാവ് എഫ് ഓഫ് ഐ യൂണിയൻ എസ് മൈനസ് ഐ. ഐ യൂണിയൻ എസ് മൈനസ് ഐ ഇസ് ദ ഹോൾ സെറ്റ് എസ്. എസ് മൈനസ് ഐ എന്ന് പറഞ്ഞാൽ ഐ കോംപ്ലിമെൻ്റ് ആണ്. എസ്സിലുള്ള ഐയുടെ കോംപ്ലിമെൻറ്റ്, ഐയും എസ്സിലുള്ള ഐയുടെ കോംപ്ലിമെൻറ്റും കൂടെ യൂണിയൻ എടുത്താൽ എസ് ലഭിക്കും. ആൻഡ് വാട്ട് ഈസ് എഫ് ഓഫ് എസ്? ദാറ്റ്സ് ഈക്വൽ ടു 1 എന്ന് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചു. Now f of I dot f of s minus I എഴുതി കഴിഞ്ഞാൽ that's equal to f of I intersection s minus I. തൊട്ട് മുമ്പ് പ്രൂവ് ചെയ്ത റിസൾട്ട് ആണ്. f of I dot f of j equal to f of I intersection j. And what will be I intersection s minus I? It is empty set. And we know f of empty set equal to 0. So by uniqueness of complement, that this result we can conclude that the complement of f of I is f of s minus I. That is f of I dash equal to f of s minus I. So we proved all the properties of f to make it as an isomorphism. So x is isomorphic to p of s. But p of s is obviously isomorphic to the power set Boolean algebra of a1, a2, etc. an. അതായത് എസ് ആയിട്ട് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് സെറ്റ് 1, 2 എക്സെട്ര എൻ ആണ്. എസിൻ്റെ പവർ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ
ആ പവർ സെറ്റ് A1 A2 എക്സെട്ര AN എന്ന സെറ്റിൻ്റെ പവർ സെറ്റ്, ഇതിന് ഈ സെറ്റിനെ ഞാൻ ക്യാപിറ്റൽ എന്ന് വിളിക്കുകയാണെങ്കിൽ P ഓഫ് എയുമായിട്ട് ഐസോമോർഫിക് ആയിരിക്കും. കാരണം ഫൈനൈറ്റ് സെറ്റാണ്, ഇവിടെ രണ്ടും കൺസിഡർ ചെയ്ത് ഫൈനൈറ്റ് സെറ്റാണ്, സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള രണ്ട് ഫൈനൈറ്റ് സെറ്റ്സ് ആണ്. സോ രണ്ടിനെയും പവർ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ they are obviously isomorphic. Therefore, X is isomorphic to P of S and P of S is isomorphic to P of A. Therefore, given Boolean algebra is isomorphic to P of A, where A is the set of atoms A1, A2, etc. AN in capital X. എക്സിലുള്ള ആറ്റംസിൻ്റെ കളക്ഷനാണ് നമ്മൾ A1, A2, etc. AN എടുത്തിരുന്നത്. അതിൻ്റെ പവർ സെറ്റ് ബൂളിയൻ ആൾജിബ്രയുമായിട്ട് എക്സ് ഐസോമോർഫിക് ആയിരിക്കും. സോ ഏതൊരു ബൂളിയൻ ആൾജിബ്ര, ഏതൊരു ഫൈനൈറ്റ് ബൂളിയൻ ആൾജിബ്ര എടുത്താലും അത് ഐസോമോർഫിക് ആവുന്ന രീതിയിലുള്ള ഒരു പവർ സെറ്റ് ബൂളിയൻ ആൾജിബ്ര ഉണ്ട് എന്നാണ് ഇപ്പം നമ്മൾ തിയറത്തിൽ പ്രൂവ് ചെയ്തത്. So this is one of the structure theorems. They express an abstract mathematical structure in terms of some concrete structure of same type. ഒരു ബൂളിയൻ ആൾജിബ്ര എക്സ് പ്ലസ് ഡോട്ട് ഡാഷ് എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ്, ഒരു മാത്തമാറ്റിക്കൽ സ്ട്രക്ചറാണ്. ഒരു ബൂളിയൻ ആൾജിബ്രയിൽ n ആറ്റംസ് ആണ് ഉള്ളതെങ്കിൽ ആ ബൂളിയൻ ആൾജിബ്രയെ കുറിച്ച് പഠിക്കുന്നതിന് പകരമായി നമ്മൾ n എലമെൻറ്റ്സ് ഉള്ള ഒരു ഫൈനൈറ്റ് സെറ്റ് എടുത്ത ശേഷം അതിൻ്റെ പവർ സെറ്റ് ബൂളിയൻ ആൾജിബ്രയെ കുറിച്ച് പഠിച്ചാൽ മതിയാവും. കാരണം ബൂളിയൻ ആൾജിബ്രയിൽ എത്ര ആറ്റംസ് ഉണ്ടോ അത്രയും ആറ്റംസ് ഉള്ള ഏതൊരു ഫൈനൈറ്റ് ബൂളിയൻ ആൾജിബ്ര എടുത്താലും അതുമായിട്ട് ഗിവൺ ബൂളിയൻ ആൾജിബ്ര ഐസോമോർഫിക് ആയിരിക്കും. രണ്ടിനും ഒരേ സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസ് ആണ് ഉണ്ടാവുക, സിൻസ് ദേ ആർ ഐസോമോർഫിക്. If X is an element of a finite abstract Boolean algebra, cardinality is the number of atoms of X contained in X. അതായത് ഒരു ഫൈനൈറ്റ് അബ്സ്ട്രാക്റ്റ് ബൂളിയൻ ആൾജിബ്രയിലുള്ള ഒരു എലമെൻറ്റ് എക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാർഡിനാലിറ്റി, ഈ സിമ്പിൾ ഓർക്കുക, ഈ കാർഡിനാലിറ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ എലമെൻറ്റിൽ എത്ര ആറ്റംസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് എന്നാണ്. പവർ സെറ്റ് ബൂളിയൻ ആൾജിബ്രയുടെ കേസിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. നമ്മളൊരു സബ്സെറ്റ് എടുക്കുന്നു, സബ്സെറ്റിൻ്റെ അതായത് എസ് എന്ന് പറയുന്ന സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് A1, A2, A3 ആണെന്ന് വിചാരിക്കാം. അവൻ്റെ പവർ സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. പവർ സെറ്റ് ബൂളിയൻ ആൾജിബ്ര കൺസിഡർ ചെയ്യുക. P of S യൂണിയൻ ഇൻ്റർസെക്ഷൻ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്ന പവർ സെറ്റ് ബൂളിയൻ ആൾജിബ്ര കൺസിഡർ ചെയ്തു. ഇതിലുള്ള ഒരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് സെറ്റ് A1, A2. ഓക്കെ, ഇതിൻ്റെ കാർഡിനാലിറ്റി നമ്മൾ എങ്ങനെയാണ് പറയാറുള്ളത്? കാർഡിനാലിറ്റി ഓഫ് ദിസ് എലമെൻറ്റ് ഈക്വൽ ടു 2 and we may say that this contains 2 atoms. സോ ജനറൽ ആയിട്ട് നമ്മൾ അബ്സ്ട്രാക്ട് സ്ട്രക്ചറിലേക്ക് പറയുന്ന സമയത്ത് എക്സ് പ്ലസ് ഡോട്ട് ഡാഷ് എന്ന ഒരു ബൂളിയൻ ആൾജിബ്ര കൺസിഡർ ചെയ്താൽ അതിൽ ഒരു എലമെൻറ്റിൻ്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് ആ എലമെൻറ്റിൽ എത്ര ആറ്റംസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. So we have a corollary to the theorem. If X is a finite Boolean algebra, then cardinality of X equal to 2 raised to n for some non-negative integer n. How can we prove it? X is a finite Boolean algebra എന്ന് തന്നിട്ടുണ്ട്. Therefore X is isomorphic to the power set Boolean algebra of all its atoms. എക്സിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് സ്മോൾ n ആണ് എന്ന് വിചാരിക്കാം. ഈ നമ്പർ ഓഫ് ആറ്റംസ് n ആണെങ്കിൽ A1, A2, etc. AN ആണ് ആറ്റംസ് എന്ന് വിചാരിക്കാം. ആ സെറ്റിൻ്റെ പവർ സെറ്റുമായിട്ട് എക്സ് ഐസോമോർഫിക് ആയിരിക്കും. പവർ സെറ്റ് ബൂളിയൻ ആൾജിബ്രയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? n എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിൻ്റെ പവർ സെറ്റിൽ 2 raised to n എലമെൻറ്റ്സ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എക്സിൽ 2 raised to n എലമെൻറ്റ്സ് ആണ് ഉണ്ടാവുക. സോ എക്സ് ഒരു ഫൈനൈറ്റ് ബൂളിയൻ ആൾജിബ്ര ആണ് എങ്കിൽ അതിൽ 2 raised to n എലമെൻറ്റ്സ് ആണ് ഉണ്ടാവുക. ഇൻ അതർ വേർഡ്സ്, cardinality of X equal to 2 raised to n for some non-negative integer n. ആക്ച്വലി ഈ ഇൻറ്റിജർ n എന്ന് പറയുന്നത് എക്സിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് ആയിരിക്കും.